തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് പരാതി. ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത്. അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെ പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. എൻ്റെ പേര് ബിൻസ്. ഞാൻ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്ത് പഠിക്കുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയിലിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തിൽ ഒരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ, ഇതിപ്പോൾ അതിക്രൂരമായ കാര്യങ്ങളാണ്. എന്താണ് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്? ഈ പ്രതികളായ ആളുകളെ കണ്ടെത്താനായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നത്. അന്ന് തന്നെ ഈ കുട്ടി പരാതി നൽകിയിരുന്നു, വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. കഴക്കൂട്ടം പോലീസിനും അതുപോലെ തന്നെ ആന്റി റാഗിംഗ് സമിതിക്കും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് ആന്റി റാഗിംഗ് സമിതി ഇത് പരിശോധിച്ചു. അവരുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും ആന്റി റാഗിംഗ് സമിതി വിദ്യാർത്ഥി പറയുന്നത് പോലെ റാഗിംഗ് നടന്നിട്ടുണ്ട്. മുതിർന്ന വിദ്യാർത്ഥികൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി റാഗ് ചെയ്തു എന്ന് തന്നെ ആന്റി റാഗിംഗ് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാം വർഷ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതിയുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, സാക്ഷിമൊഴികൾ പരിശോധിച്ചാണ് ഈ ഒരു ക്രൈം റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 11-ാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ പ്രശ്നങ്ങൾ. ബിൻസ് ജോസിന്റെ സുഹൃത്ത് അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു. ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് തന്നെ കഴക്കൂട്ടം പോലീസ് അത് മർദ്ദനം എന്ന അല്ലെങ്കിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്ത്. അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ ബിൻസിനെ ഇവർ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് മർദ്ദിച്ചു. ഇത്തരത്തിൽ തുപ്പി ഇട്ട വെള്ളം കുടിപ്പിച്ചു തുടങ്ങിയ പരാതികളാണുള്ളത്. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായി ബിൻസ് പറയുന്നത്. തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയത്. ഏതായാലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നലെ കഴക്കൂട്ടം പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് വൈകാതെ കടക്കും. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റാഗിങ്ങിന് കേസെടുത്തതായി കഴക്കൂട്ടം പോലീസും പറഞ്ഞത്. ഏതായാലും ഇവർക്ക് കേസെടുത്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം കോട്ടയത്തെ നഴ്സിംഗ് സ്കൂളിലെ റാഗിംഗ്, അതിനുശേഷം ഇപ്പോൾ അതിന് ഏതാണ്ട് അതേ ദിവസം തന്നെയാണ് ഇവിടെ ഇത്ര ആരോപണം ഉയർന്നത്. പക്ഷെ അതിനൊരു തെളിവ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ തെളിവാണ് ആന്റി റാഗിംഗ് സമിതി നൽകിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുണ്ട് ഈ സംഭവം നടന്നതിന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊഴിയുമുണ്ട്. ഈ പ്രതികൾക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്നാണല്ലോ ഈ കുട്ടിയുടെ ആരോപണം. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അരുൺ? തീർച്ചയായിട്ടും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് പറയുന്നത്. കേസെടുക്കുമ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി SFIക്ക് സ്വാധീനമുള്ള ക്യാമ്പസ് തന്നെയാണ്, SFI യൂണിയനുള്ള ക്യാമ്പസ് തന്നെയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജ്. അതുകൊണ്ട് അവർക്കെതിരെ തന്നെയാണ് വീണ്ടും ആരോപണം ഉയരുന്നത്. അത് ഈ പരാതിയിലും ആ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് മർദ്ദിച്ചതെന്ന് ബിൻസിന്റെ മൊഴിയിലുണ്ട്. ബിൻസ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ റാഗിംഗ് എന്നുള്ളത് വ്യക്തമാണോ? കാരണം ഈ കുട്ടി പറയുന്നത് ഈ തുപ്പിയ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായ തെളിവ് ആന്റി റാഗിംഗ് കമ്മിറ്റി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകൾ CCTVയുടെയും അതുപോലെ കുട്ടികളുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സമിതി ഇത്തരമൊരു റാഗിംഗ് നടന്നു എന്ന സ്ഥിരീകരണം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഇപ്പോൾ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നിലവിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പ്രിൻസിപ്പലിന്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ റാഗിംഗ് തന്നെ പോലീസ് കേസെടുക്കും. ഈ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കും. പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 8ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നേരത്തെ കോട്ടയത്തെ റാഗിംഗ് ഒക്കെ നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ വിറങ്ങലിപ്പിച്ച ഒരു സംഗതിയാണ്. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലും റാഗിംഗ് നടന്നിരിക്കുന്നു. അതിക്രൂരമായ റാഗിംഗ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. കുട്ടി അത് വളരെ വ്യക്തമായി തന്നെ
പറയുന്നുമുണ്ട്. SFI-കാരായ പ്രതികളാണിപ്പോൾ ഇതിലുള്ളത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്